നമസ്കാരം സുഹൃത്തുക്കളെ. കൊറിയൻ സിനിമ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പാരസൈറ്റ്സ്, ട്രെയിൻ ടു ബ്യൂസൻസ്, അതേപോലെ തന്നെ ചില നല്ല നല്ല കൊച്ചു കൊച്ചു സിനിമകളാണ്. പക്ഷേ എല്ലാ കൊറിയൻ പടങ്ങളും അത്ര പുലിയൊന്നുമല്ല കേട്ടോ. അവിടെയും ഉണ്ട് നമ്മുടെ സലാം കാശ്മീരിനെ വെല്ലുന്ന ചില ഐറ്റങ്ങൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൊറിയൻ ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച് പണ്ടാറടങ്ങിയിട്ടുള്ള 3 വമ്പൻ ഫ്ലോപ്പുകൾ. ആദ്യത്തെ ഐറ്റം റിയൽ കൊറിയൻ സൂപ്പർ സ്റ്റാർ കിം സു ഹ്യൂൺ ഒക്കെ ഉള്ള പടമാണ്. എന്തെങ്കിലും അവിടെ. പക്ഷേ പടം തുടങ്ങി 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതിപ്പോൾ ആരാണ് നായകൻ, ആരാണ് വില്ലൻ? ഒരു സീനിൽ നായകൻ വായുവിൽ ഡാൻസ് കളിക്കുന്നത് പോലെ പറന്ന് നടന്ന് വില്ലന്മാരെ അടിക്കുന്നുണ്ട്. ലോജിക്ക് മരിച്ചു വീണ നിമിഷം. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ പഴയ ആക്ഷൻ പടങ്ങളിലെ തള്ളലൊക്കെ ഇതിലും ഭേദമായിരുന്നു എന്ന്. ഇതിൻ്റെ കഥ മനസ്സിലാക്കാൻ ഒരു PhD തന്നെ എടുക്കേണ്ടി വരും. നമ്പർ 2, കൊറിയൻ മൃഗശാലം സെക്ടർ 7. കടലിലെ ഒരു ഓയിൽ റിഗിൽ വരുന്ന ഒരു ഭീകരജീവിയും നായികയും തമ്മിലുള്ള പോരാട്ടമാണ് കഥ. പക്ഷേ ആ ജീവിയെ ഉണ്ടാക്കിയ ഗ്രാഫിക്സ് CG കണ്ടാൽ പണ്ട് നമ്മൾ കളിച്ചിരുന്ന വീഡിയോ ഗെയിമിലെ പൂച്ചയെ പോലെ ഇരിക്കും. ആ ഭീകരജീവിയെ കണ്ടാൽ പേടിയല്ല, ചിരിയാണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ. നായിക ബൈക്ക് ഓടിച്ച് ആ ജീവിയെ ഇടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ പഴയ മലയാള സിനിമയിലെ ആനപ്പുറത്തിരുന്നിട്ടുള്ള ആക്ഷൻ സീനുകളാണ്. ഇതിലും ഭേദം നമ്മുടെ നാട്ടിലെ കുളക്കോഴിയായിരുന്നു. നെക്സ്റ്റ് വൺ, ദ വോൾഫ് ബ്രിഗേഡ്. മൂന്നാമത്തെ ഐറ്റം ലാങ്. ഭയങ്കര ബഡ്ജറ്റിൽ എടുത്ത ഒരു പടമാണ്. പക്ഷേ സിനിമ ഫുൾ ഇരുട്ടാണ് ബൈ. ആരെ ഇടിക്കുന്നു എന്ന് പോലും മനസ്സിലാക്കാൻ ടോർച്ച് അടിച്ച് നോക്കേണ്ടി വരും. ആക്ഷൻ സീനുകൾ ഉണ്ടെന്നല്ലാതെ ഒരു ഇമോഷൻസും നമുക്ക് തോന്നില്ല. വലിയ ബഡ്ജറ്റ് ഉണ്ടെന്ന് കരുതി എന്തും കാണിക്കാമോ ഡയറക്ടർ സാറേ? വല്ലാത്ത അവസ്ഥ. കൊറിയൻ സ്റ്റൈൽ തള്ളൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. കൊറിയൻ പടമാണെന്ന് കരുതി കണ്ണും പൂട്ടി കാണാൻ നിൽക്കരുത്. ഇടയ്ക്ക് ഇങ്ങനത്തെ പണികളും കിട്ടും. നിങ്ങൾ ഈ സിനിമകൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ കിളിപോയ അനുഭവം താഴെ കമൻറ്റ് ചെയ്യുക.